സംസ്ഥാനങ്ങൾ സാമ്പത്തിക അധികാരം കുറയ്ക്കുന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്ക് പുറമെ മറ്റൊന്നുകൂടിയുണ്ട്. സംസ്ഥാനങ്ങൾക്ക് വിഹിതം നൽകാത്ത വിധത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുമായിട്ട് വിഹിതം പങ്കുവെക്കേണ്ടാത്ത വിധത്തിൽ നികുതി ചുമത്തുക എന്നുള്ളതാണ് മറ്റൊരു രീതി. അതായത് സെസ്സുകൾ, സർചാർജുകൾ ഇതൊക്കെ വർദ്ധിപ്പിക്കുക. അത് സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കേണ്ടാത്ത വകുപ്പുകളാണ് ഈ സെസ്, സർചാർജ് എന്നൊക്കെ പറയുന്നത്. ഒറ്റ ഉദാഹരണം നോക്കിയാൽ മതി. ഇപ്പോൾ അസംസ്കൃത എണ്ണയുടെ പെട്രോളിയത്തിൻ്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ കുറഞ്ഞ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പാചകവാതകത്തിൻ്റെയും ഒക്കെ വില കൂട്ടുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. ആ കൂട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവിൽ കസ്റ്റംസ് തീരുവ കൂട്ടി എന്നാണ്, അല്ലെങ്കിൽ എക്സൈസ് തീരുവ കൂട്ടി എന്നൊക്കെയാണ് പറഞ്ഞത്. കസ്റ്റംസ് തീരുവ കൂട്ടി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ശരിക്കും കസ്റ്റംസ് തീരുവയല്ല കൂട്ടിയത്. നിലവിലുണ്ടാകുന്ന കസ്റ്റംസ് തീരുവയുടെ പുറത്ത് ചില സെസ്സുകൾ ചുമത്തുക, സെസ്സ് കൂട്ടുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ സെസ്സ് കൂട്ടുമ്പോൾ ഈ സെസ്സ് എന്ന് പറയുന്നത് കസ്റ്റംസ് തീരുവയാണ് കൂട്ടുന്നതെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ടി വരുമായിരുന്നു. കസ്റ്റംസ് തീരുവയ്ക്ക് മുകളിലുള്ള ഒരു സെസ്സ് കൂട്ടുകയാണെങ്കിൽ ആ വിഹിതം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുകയേ വേണ്ട. അങ്ങനെ അത് കൂട്ടി വെച്ചുകൊണ്ടാണ് കേന്ദ്ര ഖജനാവിലേക്ക് മാത്രം പണമെത്താൻ പാകത്തിലേക്ക് സെസ്സ് കൂട്ടുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത്. അതുകൊണ്ടാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വലിയ തോതിൽ കൂടിയത്. ഇപ്പോൾ പെട്രോളിൻ്റെ വില ഏതാണ്ട് 100 രൂപയ്ക്ക് മുകളിൽ 107-105 രൂപയ്ക്ക് ഒക്കെ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആളുകൾക്ക് അതൊരു പ്രശ്നമില്ലാതായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. ഡീസലിൻ്റെ വില ഏതാണ്ട് 90 മുതൽ 100 രൂപയ്ക്ക് ഇടയിൽ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി തീരുവ എപ്പോൾ കൂട്ടും എന്ന് മാത്രം, തീരുവ മീൻസ് തീരുവയുടെ മുകളിൽ സെസ് എപ്പോൾ കൂട്ടും എന്നുള്ളത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതിയാവും. ഈ സെസ്സിൻ്റെയും സർചാർജിൻ്റെയും കണക്ക് പറയുമ്പോൾ 2011-12 അന്ന് UPA സർക്കാരാണ് അധികാരത്തിലിരുന്നത്. അന്നും ഉണ്ടായിരുന്നു കേട്ടോ ഈ സെസ്സും സർചാർജുകളും ഒക്കെ. അന്ന് അവർ അധികാരത്തിലിരിക്കുമ്പോൾ ടോട്ടൽ റവന്യൂ, അതായത് നികുതി വരുമാനം, ആകെ കേന്ദ്ര സർക്കാരിന് കിട്ടിക്കൊണ്ടിരുന്ന നികുതി വരുമാനത്തിൻ്റെ 10.4% മാത്രമാണ് ഈ സെസ്, സർചാർജ് ഒക്കെ ഉണ്ടായിരുന്നത്. 2015 ആകുമ്പോഴത്തേക്കും അത് 2015 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിൻ്റെ പിറ്റേ വർഷമാണ് 13.49% കൂടി. സെസ്സും സർചാർജും വഴി ലഭിക്കുന്ന വരുമാനം, കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന വരുമാനം 13.49% കൂടി. 2019 ആകുമ്പോഴത്തേക്കും അത് 19.86%. 2021 അത് 20.48%. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ആകെ വരുമാനത്തിൻ്റെ 20.48% സെസ്, സർചാർജ് വഴി ലഭിക്കുന്ന വരുമാനമാണ് എന്ന് ഓർക്കുക. അതിപ്പോൾ 100 രൂപ കേന്ദ്ര സർക്കാരിന് വരുമാനമായി കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ 20 രൂപ 48 പൈസ സെസ്സും സർചാർജുമാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഖജനാവിലേക്ക് മാത്രമുള്ളതാണ്. ബാക്കി 79 രൂപ ചില്ലറ അത് മാത്രം മതി സ്റ്റേറ്റുകളുമായിട്ട് വിഭജിച്ചാൽ മതി. അതായത് സ്റ്റേറ്റുകൾക്ക് നൽകാവുന്ന പണം എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിൻ്റെ ഗവേഷണ ഫലമായിരുന്നു ഈ സെസ്സും സർചാർജും വർദ്ധിപ്പിക്കുന്നത്. 2023 കണക്കാകുമ്പോഴത്തേക്കും അത് 17.37 ചുരുങ്ങിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സംസ്ഥാന 2023 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തൊട്ട് മുമ്പാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പുറത്ത് ചുമത്തിയിരുന്ന സെസ്സുകളിൽ ചിലത് കുറച്ചുകൊണ്ട് വില കുറച്ചത്. അതുകൊണ്ടാണ് ഇത് 17.37% കുറഞ്ഞത്. അപ്പോൾ ഈ വിധത്തിൽ സെസ്സുകളും സർചാർജുകളും കൂട്ടിക്കൊണ്ട് സംസ്ഥാന ഖജനാവിലേക്കുള്ള വരുമാനം കുറയ്ക്കാൻ നരേന്ദ്രമോദി സർക്കാർ ഈ 2014 ശേഷം വലിയ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ കാണിക്കുന്നു. ഈ ശ്രമം നടത്തുന്നതിനിടയിൽ 2017 ജൂലൈ 1 മുതൽ രാജ്യത്ത് ചരക്ക് സേവന നികുതി പ്രാബല്യത്തിൽ വന്നു. ഈ ചരക്ക് സേവന നികുതി പ്രാബല്യത്തിൽ വന്നതിന് ശേഷം സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനം എങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസി ഒരു പഠനം നടത്തിയിരുന്നു. 19 സംസ്ഥാനങ്ങളെക്കുറിച്ചാണ് അവർ പഠിച്ചത്. ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും GSTക്ക് മുമ്പ് സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വരുമാനം GSTക്ക് ശേഷം കിട്ടുന്നില്ല എന്നാണ് പഠനത്തിൽ കണ്ടെത്തിയത്. ബീഹാറിന് GST നടപ്പാക്കുന്നതിന് മുമ്പ് 9.84% കേന്ദ്രവിഹിതത്തിൻ്റെ 9.84% ബീഹാറിന് ലഭിച്ചുകൊണ്ടിരുന്നത്. അത് 8.31 കുറഞ്ഞു. കേരളത്തിന് 6.36% GSTക്ക് മുമ്പ് കിട്ടിയിരുന്നത്. അത് 5.66% കുറഞ്ഞു. ഈ ചെറിയ ശതമാന കണക്ക് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ലക്ഷം കോടിയുടെ, എത്ര ലക്ഷം കോടിയുടെയാണോ അത്രയും ലക്ഷം കോടിയുടെ ഈ ചെറിയ ശതമാനം എന്ന് കണക്കാക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് അത് വലിയ തുകയാണ്. 5000-ഓ 6000-ഓ 10,000-ഓ കോടി രൂപയൊക്കെയാണ് ഈ ചെറിയ ശതമാനം മാറുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് നഷ്ടമാകുന്നത്. ഇങ്ങനെ GST നടപ്പാക്കി സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട നികുതി വരുമാനം തന്നെ മുൻപ് ലഭിച്ചതിൽ നിന്ന് കുറയുന്നതിനിടെയാണ് സെസ്സുകളും സർചാർജുകളും ഒക്കെ ഏർപ്പെടുത്തിക്കൊണ്ട്
മൊത്തം കൊടുക്കേണ്ട വരുമാനം, വീതം വയ്ക്കേണ്ട വരുമാനത്തിൻ്റെ വരുമാനത്തിൻ്റെ വലിപ്പം കേന്ദ്ര സർക്കാർ കുറച്ചത്. അപ്പോൾ പല വിധത്തിലാണ് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരം പരിമിതപ്പെടുത്താൻ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ശ്രമങ്ങളുണ്ടായത്. അതേക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിൻ്റെ ഈ വിശദമായ റിപ്പോർട്ടിൽ ഉള്ളത്. ഏതായാലും ഈ റിപ്പോർട്ട് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരം, സംസ്ഥാനങ്ങളുടെ വിഭവസമാഹരണ ശേഷി ഇത് പരിമിതപ്പെടുത്തും എന്നുള്ള മോദിയുടെ ഗ്യാരണ്ടിയുടെ തെളിവായി നമുക്ക് കാണേണ്ടി വരും.